വാർത്തകളിലേക്ക് തിരികെ. കൊല്ലം തിരുമുല്ലവാരത്ത് ബലിതർപ്പണം അട്ടിമറിക്കാൻ ശ്രമിച്ചതിനെതിരെ ഭക്തജനങ്ങളുടെ നാമജപ ഘോഷയാത്ര അതിന്റെ തത്സമയത്തിലേക്ക്. എം മനോജ് ചേരുകയാണ് കൊല്ലത്ത് നിന്നും. മനോജ്, നമ്മളാണ് ഈ വാർത്ത ചർച്ച ചെയ്യാൻ കാരണമായത്. കാരണം ബലിതർപ്പണ ചടങ്ങ് എന്ന് പറയുന്നത് ഏതൊരു ഹൈന്ദവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും അത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. അങ്ങനെ ബലിതർപ്പണത്തിനായി എത്തിയ ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ അവഹേളിക്കുന്ന രീതിയിലുള്ള നീക്കമാണ് അന്ന് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഒടുവിൽ ജനം TV ആ വിഷയത്തിൽ ഇടപെടുകയും വ്യാപകമായ പ്രതിഷേധം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അലയടിക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ അവിടെ നാമജപ ഘോഷയാത്ര പ്രതിഷേധമായി പുരോഗമിക്കുന്നത് കാണാൻ സാധിക്കുന്നു. പറയൂ മനോജ്. ഗൗതം, അതുതന്നെയാണ് ഈ തിരുമുല്ലവാരം ക്ഷേത്രത്തിൽ എത്തിയ നിരവധി ഭക്തരാണ് ഈ ബലിതർപ്പണ ദിവസം കണ്ണീരോടെ മടങ്ങേണ്ടി വന്നത്. അന്ന് വലിയ പ്രതിഷേധം ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ തന്നെ നിസ്സാരവത്കരിക്കുന്ന ഒരു സമീപനമാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിലൊക്കെ തന്നെ വലിയ പ്രതിഷേധമുയരുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഭക്തരെല്ലാം ഇന്ന് നാമജപ ഘോഷയാത്രയായി രാമേശ്വരം ക്ഷേത്രത്തിൽ നിന്നും ഇപ്പോൾ തിരുമുല്ലവാരം ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്, ഈ ബലിതർപ്പണ കേന്ദ്രത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അവർ ഓരോരുത്തരും വ്യക്തമാക്കുന്നത് ബലിതർപ്പണം എന്നുള്ളത് ഓരോ ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈന്ദവ വിശ്വാസ പ്രകാരം തങ്ങളുടെ പിതൃക്കളുടെ സ്മരണയ്ക്ക് വേണ്ടി, അവരുടെ മോക്ഷത്തിന് വേണ്ടി ഓരോ വർഷവും ഈ വ്രതം നോറ്റ് ആചാരാനുഷ്ഠാനങ്ങളോടെ നടത്തേണ്ടതാണ്. അതിനെ അട്ടിമറിക്കുവാനുള്ള ഒരു ശ്രമമാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം CPM-ന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളെ ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നിരുന്നു. അത്തരത്തിൽ ഒരു യോഗം ചേർന്നുകൊണ്ട് തന്നെ ഈ പ്രതിഷേധിച്ചവർക്കെതിരെ സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്തായാലും ആദ്യഘട്ടത്തിൽ പ്രതിഷേധിച്ച ഹൈന്ദവ സംഘടനാ നേതാക്കൾക്കെതിരെ കേസെടുക്കുന്ന സമീപനമുണ്ടായി. എന്തായാലും ബലിതർപ്പണ ദിവസം ഇവിടേക്ക് എത്തുമ്പോൾ ഇവിടെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാതെ എത്തിയിട്ടുണ്ടായിരുന്ന ഭക്തജനങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവരൊക്കെ തന്നെ കണ്ണീരോടെയാണ് നമ്മളോട് പ്രതികരിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ വലിയ ഭക്തജന പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. ഈ പ്രതിഷേധം ഇവിടെയൊന്നും അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഓരോ ഭക്തരും പറയുന്നത്. കാരണം ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്തജനങ്ങൾക്ക് വലിയ വൈകാരികമായിട്ടുള്ള സംഭവം തന്നെയാണ് ഈ ബലിതർപ്പണ കേന്ദ്രത്തിൽ ഉണ്ടായിട്ടുള്ള അനാസ്ഥ. ഏത് ഉദ്യോഗസ്ഥനാണോ ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയത്, ആർക്കൊക്കെയാണ് പിഴവ് സംഭവിച്ചിട്ടുള്ളത്, അവർക്കെതിരെ തന്നെ കൃത്യമായിട്ടുള്ള നടപടി എടുക്കണം എന്ന് തന്നെയാണ് ഓരോ ഭക്തരും ആവശ്യപ്പെടുന്നത്. എന്തായാലും തിരുമുല്ലവാരത്തെ സംബന്ധിച്ചിടത്തോളം ഈ തിരുമുല്ലവാരത്ത് ബലിതർപ്പണം അട്ടിമറിച്ച ദേവസ്വം ബോർഡിനെതിരെ ഭക്തരുടെ പ്രതിഷേധം നടക്കുകയാണ്. നാമജപ ഘോഷയാത്രയായാണ് ഭക്തർ ബോർഡിനെതിരെ പ്രതിഷേധിക്കുന്നത്. എം മനോജാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.